നോമ്പ് ചിന്തകൾ 4-ാം വെള്ളി. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 9 മുതൽ 19 വരെ തിരുവചനങ്ങൾ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ ശിഷ്യർക്ക് വേണ്ടിയുള്ള ഈശോയുടെ പ്രാർത്ഥന നാം കാണുന്നു. തൻ്റെ കുരിശുമരണത്തിന് മുൻപ് ശിഷ്യന്മാരോടൊപ്പമുള്ള അവസാന രാത്രിയിലാണ് ഈശോ അവർക്ക് വേണ്ടി ഇപ്രകാരം പിതാവിനോട് പ്രാർത്ഥിക്കുന്നത്. തൻ്റെ ശിഷ്യർക്ക് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി ചില പ്രത്യേകതകളുണ്ടെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. അവർ ലോകത്തിൽ നിന്നും വേർതിരിക്കപ്പെട്ടവരാണ്. അവർ പിതാവായ ദൈവത്തിൻ്റെ സ്വന്തമാണ്. മിശിഹായുടെ മഹത്വത്തിൻ്റെ സാക്ഷികളുമാണ്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം എന്ന നിലയിൽ നമുക്കും അഭിമാനമുണ്ടാകണം. ലോകത്തിൽ, എന്നാൽ ലോകത്തിൻ്റേതല്ലാതുള്ള ജീവിത സാക്ഷ്യമാണ് ഈശോയുടെ ശിഷ്യരുടേത്. ശിഷ്യർക്ക് വേണ്ടിയുള്ള ഈശോയുടെ പ്രാർത്ഥനയുടെ പ്രധാന ഭാഗം അവരുടെ വിശുദ്ധീകരണവും അവരുടെ ഐക്യവുമാണ്. നാം സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടുകയും ആത്മസമർപ്പണം നടത്തുകയും വേണം എന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അതുപോലെ വിശ്വാസികളായ നാം ഐക്യത്തിൽ, സ്നേഹത്തിൽ ഒന്നാകണം എന്നും ഈശോ പ്രാർത്ഥിക്കുന്നു. ശിഷ്യർക്ക് വേണ്ടിയുള്ള ഈശോയുടെ ഈ പ്രാർത്ഥന ഇന്നും തുടരുന്നുണ്ട്. നോമ്പുകാല ചൈതന്യത്തിൽ നമുക്കും ഇന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം. തിന്മയിൽ നിന്നുള്ള സംരക്ഷണത്തിനായി, സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടാൻ, സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ ഒന്നാകുവാൻ, ലോകത്തിലായിരിക്കുമ്പോഴും ദൈവത്തിൻ്റേതാകാനും ലോകം മുഴുവൻ മിശിഹായുടെ സാക്ഷികളാകാനും ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.